ഞാനിപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു എളംകുളം മെട്രോ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ റാഡിസൺ ബ്ലൂവിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരാൾക്കൂട്ടം കണ്ട്. ആക്ച്വലി എന്താണെന്ന് അറിയാനുള്ള എല്ലാവരുടെയും പോലത്തെ ഒരു കൗതുകം കൊണ്ടിട്ട് ഞാനവിടെ വണ്ടി സൈഡ് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. അപ്പോൾ മനസ്സിലായി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് എന്തോ കുസൃതി ഒപ്പിച്ചാണ്. ഒരു ഫാമിലി, അവരാണെങ്കിൽ പ്രായമുള്ള ഒരു അങ്കിള്, പുള്ളിയുടെ മോന്, പുള്ളിയുടെ അമ്മ, ആളുടെ വൈഫ്, ഇവർ ഇങ്ങനെ 2 സ്ത്രീകളും 2 പുരുഷന്മാരും. ഇവരുടെ ഒരു കിയ സെലിറ്റോസ് അത് സൈഡിൽ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. റിലയൻസിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്, ട്രെൻഡ്സ്. അപ്പോൾ എല്ലാവരും പോലെ ഞാനും കാര്യം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ പ്രൈവറ്റ് ബസ് ടുവേഴ്സ് വൈറ്റില എരമല്ലൂരിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ്. അപ്പം ഇവരുടെ ഫ്രണ്ടിൽ കിടന്നിട്ട് ഇവരുടെ ബാക്കിൽ വന്നിട്ട് ഭയങ്കര ഹോണിയും. അറിയാമല്ലോ, എറണാകുളത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ബസ്സിൻ്റെ ഡോറിലടിക്കുക, പുറത്തുനിന്നുള്ള വണ്ടിക്കാരെ അല്ലെങ്കിൽ ഏത് വണ്ടിക്കാരാണെങ്കിലും പുറകിൽ വന്നിട്ട് ഹോണടിച്ചും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ടുള്ള തത്രപ്പാടിൽ പേടിപ്പിക്കുന്ന രീതിയിൽ ഹോണടിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ആക്കിയപ്പോൾ ഇവർ അവിടെ എവിടെയോ സൈഡ് ഒന്ന് ഒതുക്കി കൊടുത്തപ്പോൾ ബസ്സുകാർ കയറ്റിക്കൊണ്ട് പോയി ഇവരുടെ സൈഡിൽ വണ്ടി ഉരച്ചു. പെട്ടെന്ന് തന്നെ ഇവർ വണ്ടി നിർത്തി, അവരും ബസ്സുകാരും വണ്ടി നിർത്തിയിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികം വാക്കേറ്റം ഉണ്ടായപ്പോൾ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ബസ്സിനകത്ത് ഈ ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഏട്ടൻ വണ്ടി ഓടിക്കുന്നത് എറണാകുളത്തെ തെരുവിലൂടെ ചീറിപ്പാഞ്ഞ് വണ്ടി ഓടിക്കുന്ന ആസ്വദിച്ചിരിക്കുന്ന ഏട്ടത്തി ഉണ്ടായിരുന്നു, ഏട്ടൻ്റെ വൈഫ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വഴക്ക് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വന്നപ്പോൾ അവിടെ ചെറുപ്പക്കാർ, ആ നാട്ടുകാരും അവിടെയുള്ള കടക്കാരും എല്ലാവരും കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും ബസ്സുകാരുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പോലീസ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ലേഡി, അതായത് ബസ് ഡ്രൈവറിന്റെ വൈഫ് പറഞ്ഞത്, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഫാമിലിയിലെ പയ്യൻ എൻ്റെ കയ്യെ കയറി പിടിച്ചു എന്നോട് മോശമായിട്ട് സംസാരിച്ചു. അവിടെ നിന്ന മുഴുവൻ കടക്കാരും മുഴുവൻ ആൾക്കാരും, ഈവൻ ബസ്സിനകത്തിരുന്ന ആൾക്കാർ വരെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന്. പക്ഷെ പോലീസുകാർ പറഞ്ഞു അവർ പറഞ്ഞ സ്ഥിതിക്ക് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോയിരിക്കുകയാണ് ആ ലേഡി. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമമാണ് അത്. വളച്ചൊടിച്ച് പാവപ്പെട്ട ഒരു ഫാമിലി അവരുടെ കാറിടിച്ച് നാശമാക്കി അത് ഉരച്ചു വെച്ച് എന്നിട്ട് അവരോട് കയറി ചൂടായിട്ട് അയാളുടെ വൈഫ് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച ഒരു സംഭവമാണ്. എന്താ അല്ലേ, വന്ന് ഇതാണ് പ്രൈവറ്റ് ബസ്സുകാരുടെ പുതിയ തന്ത്രം.